ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂൺ മാസ ഫലമാണ്. ജൂൺ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അത് കന്നി രാശിക്കാരുടെ ഫലമാണ് ഇന്ന് പറയുന്നത്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ഭാഗ്യവും ദൈവാധീനവും വർദ്ധിച്ചിരിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം. അതായത് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയും പിന്നീട് അത് തൊഴിൽ സ്ഥാനത്തേക്കും മാറുന്നുണ്ട്. അപ്പം പല കാര്യങ്ങൾക്കും അതുകൊണ്ട് ഈ ജൂൺ മാസത്തിൽ ഈ കന്നി രാശിക്കാർക്ക് നേട്ടങ്ങളുണ്ടാവും. അതിലും പ്രധാനം അഷ്ടമഭാവത്തിൽ നിന്നിരുന്ന ആ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും ആ ഭാഗ്യസ്ഥാനത്ത് ജൂൺ മാസത്തിൽ ബലവാനാകുകയും ചെയ്യുന്നു. അപ്പോൾ ഉയർന്ന ഭാഗ്യാവസ്ഥകൾ, നേട്ടങ്ങൾ, ധനാഗമന യോഗങ്ങൾ, ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികം വന്നു ചേരുന്നതിനുള്ള യോഗമാണ്. അത് സന്താനങ്ങൾ മൂലമോ അല്ലെങ്കിൽ സഹോദരർ മൂലമോ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഒക്കെ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം, അത് കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ ശരിയാകുകയോ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടുകയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ദീർഘനാളുകളായിട്ട് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അനുവദിച്ച പണം കിട്ടുകയോ ഒക്കെ ചെയ്യാം. കൂടാതെ ഒരു ലോട്ടറി ഭാഗ്യവും ഉള്ള സമയമാണ്. എല്ലാവർക്കും ലോട്ടറി അടിക്കുമോ? അതില്ല. എന്നാൽ ജാതകാൽ കൂടി ഭാഗ്യാവസ്ഥ ഉള്ള സമയമാണ് എങ്കിൽ ലോട്ടറി അടിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഞാൻ ഈ പറയുന്നത് ഗോചര ഫലങ്ങളാണ്. ജാതകാലൊക്കെ അധിക ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നവർ എന്താണ് അതിനുള്ള പോംവഴി എന്നറിയുവാൻ ജ്യോതിഷം നോക്കി, അതായത് ജാതകം നോക്കി പരിഹാരമൊക്കെ നിശ്ചയിച്ച് ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ദശാനാഥനായിരിക്കുന്ന ഗ്രഹത്തിനും അപകാരനാഥത്തിനും ഒക്കെ ചെയ്താൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നിച്ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകളൊക്കെ ഉള്ള കന്നി രാശിക്കാരാണ് എങ്കിൽ അവർക്ക് ആ രോഗത്തിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാനായിട്ട് ഭാഗ്യമുള്ള സമയമാണ്. പ്രധാനമായിട്ട് രാശിയിലേക്ക് ഇപ്പോൾ വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയും സ്ഥിതിയും ഒരുപോലെയാണ് എന്നാണ് ജാതകത്തിൽ അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ പറയുന്നത്. അത് പൂർണ്ണ ബലം അപ്പോൾ ഈ കന്നി രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ഉണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. മാനാപമാനങ്ങളിലോ അവിഖ്യാതികളിലോ ഒക്കെ പെട്ടു നിൽക്കുന്നവർക്ക് അതിൽ നിന്നൊരു മുക്തി നേടുവാനായിട്ട് ഒക്കെ യോഗമുണ്ട്. എങ്കിലും എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് ഒരു പരിധി വരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. മറ്റൊരു പ്രധാന കാരണം ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ നോക്കണം. ജാതകാലൊക്കെ ദോഷമുള്ള കാലമാണ് എങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ സ്നേഹമായിട്ടിരിക്കുന്ന ജീവിത പങ്കാളിയാണ് എങ്കിൽ പോലും പെട്ടെന്നൊരു അകൽച്ച സംഭവിക്കുകയോ കോടതി മുഖാന്തരമോ പോലീസ് മുഖാന്തരമോ ഒക്കെ ബന്ധപ്പെടുന്നതിനും ഡൈവേഴ്സ് ആകുന്നതിനുമൊക്കെ സൂചനയുള്ള കാരണങ്ങൾ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കും. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. ഭൂമി വിൽക്കണമെന്ന് ആഗ്രഹിച്ച് ദീർഘനാളുകളായിട്ട് ശ്രമിക്കുന്നവർക്ക് ന്യായമായ വില ലഭിക്കുകയും ഭൂമി കച്ചവടം ചെയ്യുന്നതിനും ആധാരം ചെയ്യുന്നതിനുമൊക്കെ ഈ ജൂൺ മാസത്തിൽ നടക്കുവാൻ യോഗമുണ്ട്. അതുവഴി സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. അതുപോലെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ നല്ലതാണ്. ഒരു വാഹനമുള്ളവർക്ക് ഒരു വാഹനവും കൂടി വന്നു ചേരുവാൻ തക്ക രീതിയിൽ ഭാഗ്യവും ദൈവാധീനവും ഉള്ള ഒരു മാസമാണ് ജൂൺ മാസം. ചിലർക്ക് ഒരു ബൈക്കുണ്ട്, ഒരു കാറ് കൂടി വാങ്ങണം, അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനായിട്ട് ഒരു കാറും കൂടി വാങ്ങണം എന്ന് വിചാരിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും. വീട് പുതുക്കി പണിയുക, പുതിയ ഗൃഹം വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്.
അതുപോലെ തന്നെ തൊഴിൽപരമായ വിജയങ്ങളും വന്നു ചേരും. പ്രത്യേകിച്ച് കലാരംഗവുമായി ബന്ധപ്പെട്ടോ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് IT മേഖലയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വിദ്യ അങ്ങനെയൊക്കെയുള്ള തൊഴിലുകൾ, കെട്ടിട നിർമ്മാണം, അതുപോലെ PWD വർക്കുകൾ, അധ്യാപകർ, മറ്റ് സർക്കാർ ജീവനക്കാർ, അഡ്വക്കേറ്റ് ആയാലും അതുപോലെ മറ്റ് ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നവരായാലും ഒക്കെ വളരെ വിജയങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾക്കായാലും വാഹന സംബന്ധമായിട്ട് അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാൻ സൂചനയുണ്ട്. ആയതിനാൽ വളരെ ശ്രദ്ധിക്കുക. ശത്രുക്കളായിട്ടുള്ളവർ കിംവദന്തികളൊക്കെ പരത്തുകയോ ശത്രുതാ മനോഭാവം വർദ്ധിക്കുന്നതിനുമൊക്കെ സൂചനയുള്ളതിനാൽ സംസാരവുമൊക്കെ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ്. വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ, എഗ്രിമെൻ്റ് പേപ്പറുകളിലൊക്കെ ഒപ്പുവയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ജാഗ്രത പാലിക്കുക. അത് മുതിർന്ന ആൾക്കാരോടോ നല്ല അറിവുള്ളവരോടോ ഒക്കെ ഒരു അഭിപ്രായമൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അത് കൂടുതൽ കൂടുതൽ നിയമപരമായ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുവാനൊക്കെ സൂചനയുള്ളതിനാൽ അതിൽ നിന്ന് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ള ഒരു കാലമാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് സർപ്പക്കാവിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ നല്ല ഐശ്വര്യത്തെ തരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.